നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. റോഡ്രി മാഞ്ചസ്റ്റർ സിറ്റി വിടും എന്ന് തീരുമാനമായിരിക്കുന്നു. റോഡ്രി ബാഴ്സലോണയിലേക്കാണ് പോകുന്നത്. ആ ഘട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഒരു വലിയ വിടവ് വരും, റോഡ്രിയുടെ വിടവ്. ആ വിടവ് നികത്താൻ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ തന്നെ കാര്യങ്ങൾ നീക്കിക്കഴിഞ്ഞു. അവർ അർജന്റീനയുടെ വിഖ്യാത മിഡ്ഫീൽഡറായ എൻസോ ഫെർണാണ്ടസിനെ കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. എൻസോ ഫെർണാണ്ടസുമായി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി റോഡ്രിക്ക് പകരം എൻസോ ഫെർണാണ്ടസിനെ കൊണ്ടുവരുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് വിവരം. തീർച്ചയായും നമുക്കൊക്കെ അറിയാം, ഈ കഴിഞ്ഞ ലോകകപ്പിലും 2022 അർജന്റീന ചാമ്പ്യന്മാരായ ലോകകപ്പിലും എൻസോ ഫെർണാണ്ടസ് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലെയർ ആയിരുന്നു. ഈ ലോകകപ്പിലും കഠിനാധ്വാനം ചെയ്ത് അർജന്റീന നിരയിൽ കഠിനാധ്വാനം ചെയ്ത് കളിച്ച ഒരു കളിക്കാരനാണ് എൻസോ ഫെർണാണ്ടസ്. എൻസോ ഫെർണാണ്ടസിന് തീർച്ചയായിട്ടും റോഡ്രിക്ക് പകരക്കാരനായി കൊണ്ടുവരിക എന്നതിൽ യാതൊരു തെറ്റ് കാണാനില്ല. കാരണം റോഡ്രിക്ക് തുല്യനായ ഒരു കളിക്കാരൻ തന്നെയാണ് എൻസോ ഫെർണാണ്ടസ്. അപ്പോൾ എൻസോ ഫെർണാണ്ടസിനെ സിറ്റി കൊണ്ടുവരാൻ തീരുമാനിക്കുകയും കൊണ്ടുവരാൻ കഴിയുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഏതാണ്ട് 80-90% വരുന്ന ഒരു വിടവ്, റോഡ്രി പോകുന്നതിൻ്റെ ഒരു വിടവ് നികത്താൻ കഴിയുമെന്നത് ഉറപ്പാണ്. എൻസോ ഫെർണാണ്ടസ് അത്ര മികച്ച കളിക്കാരൻ തന്നെയാണ്. എൻസോ ഫെർണാണ്ടസിനെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സ്വന്തം ക്ലബിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയാണ്. അതിന് ഇനി ഒട്ടേറെ കടമ്പകളുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അതിൻ്റെ സാങ്കേതിക വശങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് റോഡ്രിക്ക് പകരം എൻസോ ഫെർണാണ്ടസിനെ കൊണ്ടുവരാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമായിട്ട് തന്നെ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. എന്തായാലും റോഡ്രി പോകുമെന്ന് തീരുമാനമായിരിക്കുന്നു. അപ്പോൾ റോഡ്രിക്ക് പകരം ഒരാളെ കൊണ്ടുവരേണ്ടതുണ്ട്. ആ റോഡ്രിക്ക് തുല്യനായ ഒരാളെ തന്നെ കൊണ്ടുവരണം. അത് എൻസോ ഫെർണാണ്ടസിന്, അർജന്റീനയുടെ എൻസോ ഫെർണാണ്ടസിനെ ആയിരിക്കാൻ വേണ്ടി, എൻസോ ഫെർണാണ്ടസിന് വേണ്ടി കാര്യമായ ശ്രമങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റി നടത്തുന്നു എന്ന് തന്നെയാണ് വിവരം.